നമസ്കാരം. മുസരീസ് ബിനാലെ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വളരെയധികം ശ്രദ്ധ നേടുന്ന ഒരു പരിപാടിയാണ് കൊച്ചിയിൽ നടക്കുന്നത്. അപ്പോൾ ഇത്തവണ മുസരീസ് ബിനാലെ ശ്രദ്ധ നേടിയിരിക്കുന്നത് ലിയനാർഡോ ഡാവിഞ്ചി വരച്ച പ്രസിദ്ധമായ ഒരു ചിത്രമുണ്ട്, ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴം, ലാസ്റ്റ് സപ്പർ. അതിനെ ആസ്പദമാക്കി ഡാൻ ബ്രൗൺ ഒരു പുസ്തകം എഴുതിയതിന് ശേഷം, ഒരു പുസ്തക സീരീസ് എഴുതിയതിന് ശേഷം, റോബർട്ട് ലാങ്ഡൺ എന്നൊരു നായകനെ അവതരിപ്പിച്ച ഒരു നോവൽ ശൃംഖലകൾ തന്നെ എഴുതിയതിനു ശേഷം ഭാരതത്തിൽ എല്ലാവരും ഇല്യൂമിനാറ്റി എക്സ്പേർട്ടായി മാറി എന്നുള്ളൊരു ഗുണവും ആ ചിത്രത്തിനെ കൊണ്ടുണ്ടായിട്ടുണ്ട്. ആ ചിത്രത്തിനെ ആസ്പദമാക്കിയുള്ള നോവലുകൾ വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇല്യൂമിനാറ്റിയാണ്, എല്ലാത്തിലും ഇല്യൂമിനാറ്റിയാണ്. അതൊരു സാന്ദർഭികവശാൽ പറഞ്ഞു എന്ന് മാത്രം. അന്ത്യത്താഴത്തിൻ്റെ ആ ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ പരാമർശിക്കുവാനുണ്ടായ കാരണം, മുസരീസ് ബിനാലെയിൽ ഒരു ടോം വട്ടക്കുഴി എന്നൊരു ചിത്രകാരൻ്റെ ഒരു ചിത്രം അവതരിപ്പിക്കപ്പെട്ടു. അന്ത്യത്താഴത്തിനെ ആസ്പദമാക്കി, അല്ലെങ്കിൽ അന്ത്യത്താഴത്തിൻ്റെ ഒരു വ്യാഖ്യാനം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാവുന്ന ഒരു ചിത്രമാണ്. വേണമെങ്കിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അതൊരു വ്യാഖ്യാനമായിട്ട് കണക്കാക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്നുള്ളത് കൂടിക്കൊണ്ടാണ്. അപ്പോൾ ഈ ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ നർത്തകി എന്നൊരു കാവ്യമുണ്ട്. ആ കാവ്യത്തെ ആസ്പദമാക്കി സി ഗോപൻ എന്നൊരു എഴുത്തുകാരൻ മൃദ്വാംഗിയുടെ ദുർമൃത്യു എന്നൊരു നാടകം രചിച്ചിട്ടുണ്ട്. ആ നാടകത്തിൻ്റെ പശ്ചാത്തലം ഈ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കവിതയുടെയും നർത്തകിയുടെയും ഈ നാടകത്തിൻ്റെയും, മൃദ്വാംഗിയുടെ ദുർമൃത്യു എന്ന നാടകത്തിൻ്റെയും പശ്ചാത്തലമോ അല്ലെങ്കിൽ കഥയോ ഫ്രഞ്ച് പട്ടാളം വധശിക്ഷയ്ക്ക് വിധിച്ച മാതാഹരി എന്ന വനിതയെക്കുറിച്ചാണ്. ചാരപ്രവർത്തനത്തിന് സംശയിക്കപ്പെട്ട് ചാരപ്രവർത്തനം തെളിയിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ വധിക്കപ്പെട്ട മാതാഹരി എന്നുള്ള പ്രസിദ്ധയായ ചാരസുന്ദരിയുടെ കഥയാണ് നർത്തകി എന്നുള്ള കാവ്യവും അതിനെ ആസ്പദമാക്കി സി ഗോപൻ രചിച്ച മൃദ്വാംഗിയുടെ ദുർമൃത്യു എന്നുള്ള നാടകവും. ആ നാടകത്തിൻ്റെ ചിത്രാവിഷ്കാരമാണ് അന്ത്യത്താഴത്തിൻ്റെ രൂപത്തിൽ ടോം വട്ടക്കുഴി മുസരീസ് ബിനാലെയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ പേരിലുള്ള വിവാദങ്ങൾ ഇന്നലെ മുതൽ വരുന്നുണ്ട്. എന്താണ് ഇതിൽ വിവാദമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമാണ്. മാതാഹരിയാണ് ആ ചിത്രത്തിൻ്റെ നടുനായകത്വം വഹിക്കുന്നത്. മാതാഹരിയുടെ ശരീരത്തിൻ്റെ അരയ്ക്ക് മേലേക്ക് നഗ്നമാണ്, പൂർണ്ണമായ നഗ്നതയാണ് ആ ചിത്രത്തിൽ നിഴലിക്കുന്നത്. ചുറ്റും കുറേ കന്യാസ്ത്രീകൾ, അതായത് അന്ത്യത്താഴം എന്ന ചിത്രത്തിൽ നടുക്കിരിക്കുന്ന യേശുക്രിസ്തുവിന് പകരം മാതാഹരി, ചുറ്റുമുള്ള ശിഷ്യന്മാർക്ക് പകരം 12 ശിഷ്യന്മാർക്ക് പകരം 12 കന്യാസ്ത്രീകൾ. ഇതാണ് ആ ചിത്രത്തിലുള്ളത്. അപ്പോൾ ഇതേ തുടർന്ന് ഈ ചിത്രത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ക്രിസ്ത്യൻ സഭകൾ ഉയർത്തുകയും തത്ഫലമായി താൽക്കാലികമായ ചിത്രത്തിൻ്റെ പ്രദർശനം നിർത്തിവെക്കുകയും ആ വേദി, ഈ ചിത്രത്തിൻ്റെ പ്രദർശനം നടന്നിരുന്ന വേദി അടച്ചിടുകയും ചെയ്തു. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇനി എങ്ങനെയാകും, ചിത്രം തുടർന്നും പ്രദർശിപ്പിക്കുമോ അതോ ആ പ്രദർശനം നിർത്തിവെക്കുമോ, ചിത്രം പൂർണ്ണമായി എടുത്തു മാറ്റുമോ എന്നൊന്നും അറിയില്ല. കാരണം ചിലപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എല്ലാത്തിലും വലുത് എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ SFI വല്ല കോളേജിൻ്റെ മുന്നിലും ഈ ചിത്രം പ്രദർശിപ്പിക്കുമോ എന്നും അറിയില്ല. അപ്പോൾ പല ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉയരുന്നത്, ഈ ഒരു വിശ്വാസങ്ങളെ ഇങ്ങനെ അവഹേളിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്നതല്ല എന്ന് ചിത്രകാരൻ പറഞ്ഞാലും വിശ്വാസികൾക്ക് ഇത് അവഹേളനം തന്നെയാണ്. കാരണം അന്ത്യത്താഴം എന്നുള്ള ചിത്രം പ്രതിനിധീകരിക്കുന്നത് കുരിശുമരണത്തിന് തൊട്ടു മുമ്പുള്ള യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ അത്താഴമാണ് ശിഷ്യന്മാരോടൊപ്പം. ആ അത്താഴത്തിന് ശേഷമാണ് യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ലിയനാർഡോ ഡാവിഞ്ചി വരച്ച ആ ചിത്രം ലോകപ്രസിദ്ധമാണ്. ചുവന്ന അങ്കിയും നീല ഷോളുമൊക്കെ അണിഞ്ഞ യേശുക്രിസ്തുവുമൊക്കെ പല ബിംബങ്ങളായി പിന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പ്രചരിക്കുന്നത് പോലും ആ ചിത്രത്തിലൂടെയാണ്. അപ്പോൾ അത് ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. കേരളത്തിൽ തന്നെ ഏത് ക്രിസ്ത്യൻ ഗൃഹത്തിൽ പോയാലും, ഒരു കുറച്ച് സാമ്പത്തിക ശേഷിയുള്ള ക്രിസ്ത്യൻ ഗൃഹത്തിൽ പോയാൽ ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് തന്നെ കാണും, വരച്ച ചിത്രം തന്നെ കാണും, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് കാണും. മിക്ക ക്രിസ്ത്യൻ ഗൃഹങ്ങളിലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം വിശ്വാസം, അല്ലെങ്കിൽ എത്രത്തോളം ഒരു പ്രിയപ്പെട്ട ചിത്രമാണ് ഈ അന്ത്യത്താഴം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം. കലാസ്വാദകരെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. കാരണം അതിലൊരുപാട് ഡീകോഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ മിഴിവ്, ചിത്രരചനയുടെ മിഴിവ്, അതിലുപയോഗിച്ചിരിക്കുന്ന രീതികൾ, ഇവയൊക്കെ പഠനവിധേയമാക്കുവാനും അല്ലെങ്കിൽ വെറുതെ ആ ചിത്രം ആസ്വദിക്കുവാൻ പോലും കലാസ്വാദകർ ആ ചിത്രത്തെ വളരെ
സന്തോഷത്തോടു കൂടിയും കൗതുകത്തോടു കൂടിയുമാണ് സമീപിക്കുന്നത്. അത്തരത്തിലൊരു ചിത്രത്തിൻ്റെ പകർപ്പ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ചിത്രത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഞാനിത് വരച്ചത് എന്നുള്ള രീതിയിലാണ് ഈ മാതാഹരിയുടെ അർദ്ധനഗ്നമായ ചിത്രത്തിനെ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ശിഷ്യന്മാരെ മാറ്റി കന്യാസ്ത്രീകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് വിശ്വാസത്തെ വികലമാക്കുക തന്നെയാണ് എന്ന് വിശ്വാസികൾ പറഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നൊരു രീതിയാണിത്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസങ്ങളെ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസ സങ്കല്പങ്ങളെ ഏത് രീതിയിലും അപമാനിക്കുക. അതിനെ ആരും ചോദിക്കാനും പറയാനും പാടില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ലോട്ടറി ടിക്കറ്റിൽ ആർത്തവ രക്തം ശിവലിംഗത്തിലേക്ക് ഒഴുകുക, ക്രിസ്തുവിന് പകരം അർദ്ധനഗ്നയായ മാതാഹരി ഇരിക്കുക, ആർത്തവ കവാടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക, ശബരിമല അയ്യപ്പനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഗാനങ്ങളും ചിത്രങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും പ്രസിദ്ധീകരിക്കുക, ശബരിമല അയ്യപ്പൻ അയ്യൂബ് നബി ആയിരുന്നു എന്ന് പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതെല്ലാം ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്ക് ഒതുങ്ങും. പക്ഷേ മുസ്ലിം വിഭാഗത്തിലേക്ക് വരുമ്പോൾ ജോസഫ് സാറിൻ്റെ കൈവെട്ടലിന് ശേഷം ഒരു ഭയം ഈ വിമർശകർക്കിടയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു സംരക്ഷണം പോലും, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംരക്ഷണം പോലും അവരുടെ വിശ്വാസങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിശ്വാസികൾ. കാരണം അവരുടെ വിശ്വാസങ്ങളെ ഒരിക്കലും ആരും അപമാനിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വികലമായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നില്ല. ചെയ്യപ്പെട്ടാൽ തന്നെ ഏതെങ്കിലും ഒരു കലോത്സവ വേദിയിൽ ബാങ്ക് എന്നു പേരുള്ള ഒരു നാടകം അവതരിപ്പിക്കപ്പെട്ടാൽ അതിന് എന്ത് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള കൃതിയാണെങ്കിലും ആ അവതരണം അവിടെ നിർത്തിവെക്കപ്പെടും. തട്ടമിടാതെ പെൺകുട്ടികൾ നൃത്തം ചെയ്യാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ആ ഉസ്താദിനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുവാനോ ഭരണകൂടമോ അല്ലെങ്കിൽ ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള ആളുകളോ തന്നെ മുന്നോട്ട് വരും. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഒരേ കാര്യം, ഇപ്പോൾ സ്ത്രീകൾ രാത്രി ഇറങ്ങി നടക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ രാത്രി ഇറങ്ങി നടക്കുന്ന സ്ത്രീകൾ അത്ര നല്ല സ്വഭാവക്കാരല്ല, ഇതല്ല വാക്ക്, ഇതിനേക്കാളും വൃത്തികെട്ടൊരു വാക്കാണ് ഒരു ഉസ്താദ് ഉപയോഗിച്ചത്. ഇത്രയും ഞാൻ പറഞ്ഞാൽ എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കേസ് ഉറപ്പാണ്. ഉസ്താദ് ഇതിനേക്കാളും മ്ലേച്ഛമായ ഭാഷയിൽ പറഞ്ഞാലും ഉസ്താദിന് സംരക്ഷണമുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വിശ്വാസത്തിനോ വിശ്വാസ സങ്കല്പങ്ങൾക്കോ മാത്രമേ കേരളത്തിൽ പരിരക്ഷയുള്ളൂ, ബാക്കി ഹിന്ദു ക്രിസ്ത്യാനി മറ്റ് മതവിഭാഗക്കാർക്കൊന്നും ആ പരിരക്ഷ ലഭിക്കില്ലേ എന്നുള്ള ചോദ്യമാണ് മുസ്രീസ് ബിനാലെ ഉയർത്തുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ് താനും. കാരണം ഇത്രയും തുറന്ന രീതിയിൽ ഒരു ടോം വട്ടക്കുഴി ക്രിസ്ത്യൻ വിശ്വാസത്തെ അപമാനിക്കുന്നു, ഒരു സ്വരാജിനെ പോലുള്ളവർ അയ്യപ്പനെ അപമാനിക്കുന്നു, അതാത് മതത്തിലുള്ളവരാണ് അപമാനിക്കുന്നത് എന്നുള്ളത്. പക്ഷേ എന്ത് കാര്യത്തിന്, എന്ത് ലക്ഷ്യം വെച്ച്? ഇവരാരുടെ പിണിയാളുകളായിട്ടാണ്, അല്ലെങ്കിൽ ആരുടെ പിണിയാളുകളായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇവരുടെ ലക്ഷ്യങ്ങൾ? കാരണം എന്തായാലും ഇതൊരു മിഴിവുള്ള ചിത്രമായിട്ട് ലോകം മുഴുവൻ അംഗീകരിക്കുമെന്നുള്ള ഒരു ധാരണ ടോം വട്ടക്കുഴിക്കോ അല്ലെങ്കിൽ ടോം വട്ടക്കുഴിക്ക് ഇതിന് പെയിൻ്റ് അടിക്കാൻ ചായം കൊടുത്തവർക്കോ പോലും കാണില്ല. പക്ഷെ എന്താണ് ഇവരുടെ ലക്ഷ്യം? ചിന്തിക്കേണ്ടതുണ്ട്. നമസ്കാരം.